നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഹിരണ്യകശിപുവിൻ്റെ തപസ്സിനെക്കുറിച്ചാണ്. ഹിരണ്യകശിപു തന്നെ ആരും ജയിക്കരുത്, തനിക്ക് ജരയും മരണവും സംഭവിക്കരുത്, താൻ 3 ലോകങ്ങളെയും ഏകഛത്രാധിപതിയായി തീരണം എന്നെല്ലാം ആഗ്രഹിച്ചു. ഇവയെല്ലാം സാധിക്കാൻ തപസ് ചെയ്യുക തന്നെ എന്ന് നിശ്ചയിച്ചു. മന്ദരപർവ്വതത്തിൽ ചെന്ന് ഒറ്റക്കാലിൽ പെരുവിരലിൽ നിന്ന് ആകാശത്തിൽ ദൃഷ്ടിയുറപ്പിച്ചുകൊണ്ട് ഘോര തപസ് ചെയ്തു. അങ്ങനെ കാലം വളരെയധികം കഴിഞ്ഞു. തപസ്സിന്റെ ഉഗ്രത കൊണ്ട് മൂർധാവിൽ നിന്നും താപാഗ്നി ഉയർന്നു വന്നു. സകല ലോകങ്ങളെയും ദഹിപ്പിച്ചു തുടങ്ങി. നദികളും സമുദ്രങ്ങളും ശോഭിച്ചു. ഭൂമിക്ക് കുലുക്കമുണ്ടായി. ഗ്രഹനക്ഷത്രങ്ങൾ സ്ഥാനങ്ങളിൽ നിന്നും പതിച്ചു. ഹിരണ്യകശിപു തപസ് തുടങ്ങിയപ്പോൾ ദേവന്മാർ സ്വർഗത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ അസുരന്റെ താപാഗ്നി അവരെ ദഹിപ്പിച്ചു തുടങ്ങി. അവർ സത്യലോകത്തിൽ പോയി ബ്രഹ്മാവിനോട് സങ്കടം പറഞ്ഞു. ദേവദേവ, ഹിരണ്യകശിപുവിന്റെ ഘോര തപസ്സിനാൽ ലോകങ്ങളെല്ലാം നശിക്കുന്നു. അതിന് ശീഘ്രം പ്രതിവിധി ചെയ്തില്ലെങ്കിൽ ലോകരെല്ലാം നശിക്കും. അവന്റെ സങ്കല്പങ്ങൾ ഞങ്ങൾ അറിഞ്ഞിടത്തോളം ഉണർത്തിക്കാം. തപസ് കൊണ്ടാണ് ബ്രഹ്മാവിന് അത്യുന്നത ലോകവും ഈശ്വരത്വവും സിദ്ധിച്ചത്. ഞാനും ആ പദവിയെ പ്രാപിക്കുന്നതുവരെ തപസ് ചെയ്യുക തന്നെ ചെയ്യും. എൻ്റെ ഈ ദേഹം നശിച്ചാലും തപശക്തിയിൽ വീണ്ടും തപസ്സിന് പറ്റിയ ശരീരം കിട്ടും. അങ്ങനെ ബ്രഹ്മാവിന്റെ സ്ഥാനം കരസ്ഥമാക്കുന്നതുവരെ തപസ് ചെയ്യും. എന്നിട്ട് ഇന്നത്തെ ലോക സമ്പ്രദായങ്ങളെല്ലാം മാറ്റിമറിക്കും. ഇപ്രകാരമാണ് അവന്റെ സങ്കല്പമെന്ന് കേൾക്കുന്നു. ബ്രാഹ്മണർക്കും ഗോക്കൾക്കും ലോകങ്ങൾക്കും ക്ഷേമം അശ്വരങ്ങൾ ഉണ്ടാകാൻ നിന്തിരുവടി തന്നെ ഈ സ്ഥാനത്തിരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതല്ലെങ്കിൽ സാധുക്കൾ പരമസങ്കടത്തിലാവും. അത് കേട്ട് ബ്രഹ്മാവ് അവരോടുകൂടി ഹിരണ്യകശിപുവിന്റെ ആശ്രമത്തിലെത്തി. അപ്പോഴേക്കും അസുരന്റെ ശരീരം കൃമികൾ ഭക്ഷിച്ച് എല്ലു മാത്രം ശേഷിച്ചിരിക്കുന്നു. കൂടാതെ പുറ്റുകൾ കൊണ്ട് ശരീരം നിശേഷം മൂടിയിരിക്കുന്നു. അവന്റെ താപപ്രഭാവം കണ്ട് ബ്രഹ്മാവ് അത്ഭുതപ്പെട്ടുപോയി. ബ്രഹ്മാവ് ഹിരണ്യകശിപുവിൽ പ്രസാദിച്ചു പറഞ്ഞു, കശ്യപ, നിന്റെ തപസ് സഫലമായിരിക്കുന്നു. ഞാൻ വരം തരാൻ സന്നദ്ധനായി വന്നിരിക്കുകയാണ്. ഇഷ്ടവരം വരിച്ചു കൊള്ളുക. നിന്നെപ്പോലെ ജലപാനം പോലും കൂടാതെ ഇത്ര ഉഗ്രമായ തപസ് ആരും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല. നിന്റെ ദേഹത്തിൽ എല്ലൊഴിച്ചുള്ളതെല്ലാം കൃമികൾ തിന്നു തീർന്നിരിക്കുന്നുവല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ട് തന്റെ കമണ്ഡല തീർത്ഥത്തെ അസുരന്റെ മേൽ തെളിച്ചു. തൽക്ഷണം ശരീരം പരിപുഷ്ടിയെ പ്രാപിച്ചു. അതികാന്തിയോടുകൂടി ഹിരണ്യകശിപു പുറ്റിൽ നിന്നും നിഷ്ക്രമിച്ചു. തന്റെ മുമ്പിൽ ഹംസവാഹനത്തിൽ ബ്രഹ്മദേവനെ കണ്ടിട്ട് ആനന്ദപുളകിതനായി ഹിരണ്യകശിപു സാഷ്ടാംഗം നമസ്കരിച്ച് സ്തുതിച്ചു. പ്രഭോ, നിന്തിരുവടി പ്രളയകാലത്തിലും സ്വയം പ്രകാശിതനായി തിളങ്ങുന്നു. പൂർണ്ണനും പുരുഷോത്തമനുമായ നിന്തിരുവടി തന്നെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്നത്. നാശാർഹിതനായ നിന്തിരുവടി സകല ശരീരങ്ങളിലും അന്തർയാമിയായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപനാണ്. അവിടത്തെ കൂടാതെ കാരണമായിട്ടോ കാര്യമായിട്ട് വേറൊരു വസ്തുവില്ല. ഹേ വരോത്തമ, നിന്തിരുവടിക്ക് എൻ്റെ അഭീഷ്ടങ്ങളെ നൽകാൻ കാരുണ്യമുള്ള പക്ഷം എനിക്ക് അവിടുത്തെ സൃഷ്ടികൾ ഒന്നിൽ നിന്നും മരണം ഭവിക്കരുത്. ഗൃഹാദികളുടെ ഉള്ളിലും പുറത്തും വെച്ചോ നരന്മാരാലോ മൃഗങ്ങളാലോ ജീവനുള്ളവയാലോ ഇല്ലാത്തവയാലോ എനിക്ക് മരണം സംഭവിക്കരുത്. നിന്തിരുവടിയെപ്പോലെ സർവ്വലോകനാഥനെന്ന പദവിയും ഒരിക്കലും നശിക്കാത്ത ഐശ്വര്യ വിഭൂതികളും എനിക്കുണ്ടാവണം. ഇതുപോലെയുള്ള ഭാഗവത കഥകൾ കേൾക്കാൻ ചാനൽ ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.